ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ബൊഗെയിൻവില്ല നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാനായിട്ട്. തൊട്ടടുത്ത് നമ്മൾ വിങ്കാറോസാണ് കേട്ടോ. രണ്ടും കളർ മാച്ചിങ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണായിട്ട്. എന്തായാലും ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ അവരുടെ പറമ്പിലാട്ടോ. അവരത് ഇത് രണ്ടും ഒരാളുടെ പറമ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആളിവിടെ വരെയും ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ പോയി നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പണിക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തട്ടുമുട്ട് സൗണ്ടൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിങ്ങനെ എണീറ്റ് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ വന്ന് നോക്കിയതാണ്. പൂക്കളൊക്കെ വന്നോ എന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ കനകാമ്പരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടത്. നല്ല രസമല്ലേ കളർ ഇങ്ങനെ കാണാനായിട്ട്, നല്ല ഭംഗിയല്ലേ. കനകാമ്പരം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് നോക്കി. നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ഒക്കെ നമ്മൾ സ്ഥലം മാറ്റം കൊടുത്തിട്ടുണ്ട്, അതിനെ ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൊഗെയിൻവില്ലയിലേക്കൊരു പൂവൊക്കെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബൊഗെയിൻവില്ലയിൽ ഇതാണ് ശരിക്കും ഇവിടെ ആദ്യമായിട്ട് വാങ്ങിയ ബൊഗെയിൻവില്ല കേട്ടോ. അതിൽ പൂ വന്നിട്ടുണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ബൊഗെയിൻവില്ല ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കളറ് കാണാനായിട്ട്. ഇതിലേക്കൊരു പൂവൊക്കെ വന്നിട്ടുണ്ട്. ഒരു 3 പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല 3 പൂവുണ്ട്. ഇവിടെയും വരുന്നുണ്ട് പൂക്കൾ. അപ്പോൾ എന്തായാലും നിറയെ പൂ വരും എന്ന് വിചാരിക്കുന്നു. മേലെയും വരുന്നുണ്ട് കേട്ടോ പൂവ്. അപ്പോൾ മൊത്തത്തിൽ പൂക്കൾ വരുന്നുണ്ട്. ഞാൻ പൂ വരുന്നില്ല എന്ന് സങ്കടപ്പെട്ടെന്ന് പ്രൂൺ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും പൂക്കൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ തെച്ചിയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. എല്ലാത്തിലും പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കുമായിരുന്നു. ഇതാണ് നമ്മളെ ഗാർഡൻ. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. കണ്ടാലൊരു കാട് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇതാണ് ഞങ്ങളെ ഗാർഡൻ. കൂടുതലും പച്ചക്കറികളാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. പൂക്കൾ വളരെ കുറവാണ്. ഇടയിൽ ഒരു ഭംഗിക്ക് മാത്രം പൂക്കൾ വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് പൂക്കൾ കുറവാണ്. മെയിനായിട്ട് മെലസ്റ്റോമിയും റോസും ആണ് ഉള്ളത്. ബാക്കിയൊക്കെ ചട്ടികളിലൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. ചെരുപ്പൊക്കെ ഇങ്ങനെ കാരണം ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നും മടക്കി പറക്കിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ മൊത്തത്തിലൊരു കോലമായിട്ട് കിടക്കുകയാണ്. ഇനിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പരിപാടികൾ. ഇതിനൊരു ചെറിയ അപ്പോൾ ഇവിടെ നമ്മളെ ഉച്ചത്തുള്ള പരിപാടി നടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മ ഇവിടെ മീനിൻ്റെ കട്ട് ചെയ്യാനായിട്ട് എക്സ്പേർട്ടാണ് കേട്ടോ. മമ്മയാണ് ഇവിടെ മീൻ കട്ട് ചെയ്യാൻ എക്സ്പേർട്ട്. എനിക്ക് അത്ര ഇങ്ങോട്ട് പറ്റത്തില്ല, എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അത്ര ഇങ്ങോട്ട് എന്നെ കൊണ്ടാവില്ല. മമ്മി അതിൽ എക്സ്പേർട്ടാണ്, നന്നായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് മീനാണ് സ്പെഷ്യൽ. അപ്പോൾ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈച്ചു ബേബി എന്ത് ചെയ്യുക? എന്താ കഴിക്കുന്നേ? ദോശയും? അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ കഴിച്ചിട്ടില്ല, അപ്പം ഞാൻ കഴിക്കട്ടെ. ദോശയും ചിക്കൻ കറിയും നല്ല പാൽച്ചായയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ആർടി ഓഫീസ് വരെ പോവാണ്. കാറിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് പോവാണ്. അപ്പോൾ അവൻ പോയി. ഇനി നമുക്ക് ഗേറ്റൊക്കെ അടച്ചിട്ട് ഇവിടെ മുറ്റത്ത് കുറച്ച് പരിപാടിയുണ്ട്. മുറ്റത്ത് സ്ഥിരമുള്ള പരിപാടി ചെരുപ്പടിക്ക് പറക്കി വയ്ക്കലാണ്. ഇത് നമ്മൾ നൈച്ചൂട്ടീൻ്റെ പരിപാടികളാണ്. ആകെ അലമ്പാക്കിയിട്ടേക്കാണ് അവൾ. ഇനി ഇതൊക്കെ അവളെ കൊണ്ടുപോയി ഞാൻ ക്ലീൻ ആക്കിക്കും. അവളെ എന്നെ കൊണ്ട് തന്നെ ഇതെല്ലാം അടുക്കി പറക്കി വെപ്പിക്കും. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കറണ്ടില്ലായിരുന്നു. കറണ്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇനിയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇവിടെയൊക്കെ ഒന്ന് അടുക്കി പറക്കി ക്ലീനാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. ഇനി അടുത്ത പരിപാടി അതാണ്. നല്ല കണവ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണവയും കംപ്ലീറ്റ് വൃത്തിയാക്കി വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കണവ തോരൻ വെക്കും. ചിലപ്പോൾ നമ്മൾ റോസ്റ്റായിട്ടൊക്കെ വെക്കാറുണ്ട്. പിന്നെ ബാക്കി മീനൊക്കെ ഇത് വാഷ് ചെയ്തെടുത്തു. ഇത് മത്തി ചൂരയുമാണ്. അങ്ങനെ അവിടെ ക്ലീനാക്കി നയിച്ചിട്ട് ഇത് അവിടെ വീണ്ടും ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചുകൊണ്ടിരിപ്പുണ്ട്. ആളുടെ ടേബിൾ ഉണ്ടെങ്കിലും
ആളിവിടെയാണ് വരയ്ക്കൽ. അവളെ ടേബിളിൽ ഇങ്ങനെ അവളെ ബുക്സും കാര്യങ്ങളും ഇത് മൊത്തം അവൾ പഠിക്കുന്ന ബുക്സല്ല, അതെല്ലാം വേറെ അടുക്കി വെച്ചിരിക്കുക. ഇതൊക്കെ അവൾ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ബുക്സൊക്കെ കാര്യങ്ങളൊക്കെ അവൾ വരയ്ക്കുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവൾ അവിടെ അടുക്കി പറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് അവൾ ഇവിടെ ഇരുന്ന് വരയ്ക്കൽ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വരയ്ക്കൽ, ഇതൊക്കെയാണ് അവളുടെ മെയിൻ സ്ഥലങ്ങൾ ഇരുന്ന് വരയ്ക്കാൻ. പിന്നെ ഒരു കുഞ്ഞു ടേബിളുണ്ട്, അല്ലെങ്കിൽ അതിലിരുന്ന് വരയ്ക്കും. അപ്പോൾ വരയാണ് മെയിൻ ഹോബി ആശാത്തിൻ്റെ. അപ്പോൾ ഞാനും അവളും തമ്മിൽ ഏകദേശം ഒരു 21 വയസ്സിൻ്റെ ഡിഫറൻസ്, 22 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം വൈകി വന്ന അനുജത്തിയാണ് നെച്ചുകുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറും ഒക്കെ ഇവർക്ക് നല്ല ചെല്ലം കൊടുക്കാറുണ്ടെന്ന് പറയുന്നത്. ഒത്തിരി ചെല്ലം കിട്ടി വളർന്ന കുട്ടിയാണ് നെച്ചുകുട്ടി. എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും ഇളയ ആളല്ലേ, ഞങ്ങൾ 4 പേരിലെ ഏറ്റവും ഇളയ ആളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെല്ലവും വാത്സല്യവും ഒക്കെ കിട്ടി വളർന്നതിൻ്റെ കുറച്ച് കുറുമ്പും പ്രശ്നങ്ങളൊക്കെ നെയ്ച്ചൂലുണ്ട്. അങ്ങനെ ടേബിൾ ക്ലീനായി. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഊഞ്ഞാലയാണ്. ഇനി ഈ ഊഞ്ഞാല റെഡിയാക്കണം. ഊഞ്ഞാലയിൽ ഇരിപ്പുണ്ട് നമ്മൾ നെയ്ച്ചൂട്ടി, അവളെ ടോയ്സൊക്കെയാണ് ഇരിപ്പുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ഊഞ്ഞാല റെഡി. അപ്പോൾ ഊഞ്ഞാല ഇപ്പോൾ സോഫ റെഡിയായി, ഊഞ്ഞാല റെഡിയായി, ടേബിൾ റെഡിയായി, അതൊക്കെ റെഡിയായി. ഇനി താരയൊക്കെ ഒന്ന് അടിച്ചു വരണം. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് അതാണ്, അടിച്ചു വരലാണ്. ഇവിടെ ഇനി വേറെ നമുക്ക് ഒതുക്കി പുറക്കി പരിപാടിയൊന്നുമില്ല. ഇനി അടിച്ചു വരൽ മാത്രമേ ഉള്ളൂ. അടിച്ചു വരൽ കൂടെ കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടിച്ചു വരാം. ഒരു മഴക്കോള് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ചെറിയ തണുത്ത കാറ്റും ഒരു മഴക്കോളും ഒക്കെ ആയിട്ടുണ്ട്. മഴ പെയ്താൽ രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് 31-ാം തീയതിയാണ്, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും ഒരു ടീം മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. അവിടെ നൈച്ചൂട്ടി കാറൊക്കെ വെച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇത് ക്ലിയറായി കാണുന്നില്ല അല്ലേ? യെസ്, ഇപ്പോൾ കാണാമല്ലോ. നല്ല രസമല്ലേ കാറ്? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാറ്. എനിക്ക് ശരിക്കും ഈ കാഴ്ചയെ കുറിച്ചൊന്നും അറിയില്ല. ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസും ഇങ്ങനത്തെയുള്ള കാഴ്സിന് മെറ്റൽ കാഴ്സാണ്, ഇത് മെറ്റൽ കാറാണ്. സോ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് കത്തും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ് ഇവിടെ എൻ്റെ ബ്രദർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി 2-3 കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ആളടുത്ത് ഇവിടെ ചുമലിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ നല്ല വെയിറ്റും ഉണ്ട്, നല്ല പ്രൈസും ഉണ്ട് ഇതൊക്കെ. എന്നാലും ഇതൊക്കെ ഫുള്ളി സെറ്റായിട്ട് ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ എൻ്റെ 2 ബ്രദേഴ്സിനും ഇതൊക്കെ ഭയങ്കര ക്രൈസാണ്. കപ്പ വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ മേടിച്ച കപ്പ ആയതുകൊണ്ടാണ് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അത് കറുത്തു പോകും. ഇത് നമുക്ക് കറക്കത്തില്ല, അതുകൊണ്ടാണ് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് കപ്പയാണ് നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ. അപ്പം അമ്മ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല കണ്ടോ, നല്ല വെള്ള കളറിലിരിക്കും. മറ്റേത് ഒരുമാതിരി ഇങ്ങനെ കറുത്ത കളറിൽ കറുത്തു പോകും പെട്ടെന്ന് കപ്പ. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ചേച്ചി നമ്മൾ കപ്പ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് നോക്കും. അപ്പോൾ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും, ആ കളറങ്ങ് മാറത്തില്ല. മമ്മ മീൻ കട്ട് ചെയ്യുന്നത്, കപ്പ അരിയുന്നത്, അല്ലെങ്കിൽ എന്ത് കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും കപ്പ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെയൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഞാൻ വേറെ ആരും ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും മമ്മ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. മീനിട്ട് കപ്പയും മീനും കൂടെ ഇട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. ഉമ്മച്ചിയൊക്കെ സ്ഥിരം വെക്കുന്ന ഒരു പരിപാടിയാണ് കപ്പയും മീനും പാടെ ഇട്ടെന്ന് ഉടച്ചെടുക്കൽ പരിപാടി. പിന്നെ കപ്പയും മീനും ഉടച്ചെടുക്കാനും പോവാണ്. കുറേ ആയി നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കപ്പയും മീനും ഉടച്ചെടുക്കാൻ പോവാണ്. നല്ല ചൂര മീനും, കുട്ടിച്ചൂര അല്ലേ, കുട്ടിച്ചൂരയും കപ്പയും കൂടെ ഇളക്കിയെടുക്കാൻ പോവാണ്. മുള്ളോടെ ഇട്ട് തന്നെ ഉടയ്ക്കുക. മുള്ളോടെ മീൻ മുഴുവൻ കട്ട് ചെയ്ത് നമ്മൾ മുള്ളൊന്നും മാറ്റില്ല,
മുള്ളോടെ ഇട്ട് ഇങ്ങനെ അവിടെ കഴിക്കുമ്പോഴത്തേക്കും മുള്ളു ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുട്ടിച്ചൂരി ഇട്ട് ഇളക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അതിന് വേണ്ടിയാണ് കപ്പ ഉണ്ടാക്കുന്നത്. ചോറ് വെള്ളം അതെന്ത് വെള്ളം? കഞ്ഞിവെള്ളത്തിനെയാണ് ചോറ് വെള്ളം എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു പനി ജലദോഷം ചുമയൊക്കെ ഉണ്ട്. പിന്നെ കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെള്ളം വേണമെന്ന്. അതെന്ത് വെള്ളമാണ്? ചോറിലൊഴിച്ച വെള്ളം ചോറ് വെള്ളം വെള്ളം. ഉച്ചയൂണിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂരക്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇവിടെ എപ്പോഴും വെക്കാറ്. അപ്പോൾ നമ്മൾ മീൻകറി റെഡിയായി. ഇനി ആ കലത്തിൽ കപ്പയാണ്. ഇത് നല്ല മട്ടീൻ്റെ അവിയലാണ് കേട്ടോ. മത്തി അവിയൽ പോലെ വയ്ക്കുന്നതാണ്. പിന്നെ മീൻ വറുത്തതാണ്. ചൂരയാണ് കേട്ടോ വറുക്കാൻ ഇട്ടേക്കുന്നത്. കുട്ടിച്ചൂരയാണ്, ചെറിയ ചൂര വറുക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയായി കഴിഞ്ഞാൽ കപ്പയും മീനും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ലഞ്ച് റെഡിയാവും. അപ്പം നമുക്ക് നമ്മുടെ കപ്പ 2 കാന്താരി മുളക് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു ഭംഗി കിട്ടാൻ തോന്നുന്നുണ്ട്. കാന്താരി മുളക് പഴുത്തത് ഇപ്പം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിനിങ്ങ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കാന്താരി മുളകൊക്കെ ഭംഗിക്കിട്ട് നമ്മളിതേ കപ്പയും മീനും കൂടെ ഉടച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ വെള്ളം വരുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. ഇങ്ങനെ ഉമ്മച്ചീൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ഉമ്മച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ്മയാണ്, മമ്മാൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി തലമുറയായിട്ട് കൈമാറിക്കൊണ്ട് തന്നിരുന്ന ഡിഷാണിത്. കപ്പയും മീനും കൂടെ ഇങ്ങനെ ഉടച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കിപ്പോൾ മോഡേൺ പേരിൽ കപ്പ ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കപ്പ മീൻ ബിരിയാണി എന്ന് വേണമെങ്കിലൊക്കെ പറയാം. നെത്തോലി മീനൊക്കെ ഇട്ട് ഉടയ്ക്കാം. ഒരുപാട് മുള്ള് എടുത്തതിന് ശേഷം ഇട്ട് ഉടയ്ക്കും. പക്ഷെ എന്തായാലും എനിക്കിഷ്ടം ചൂര ഇട്ട് അടയ്ക്കുന്നതാണ്. നെത്തോലിയിലേക്കാളും ഈ ചൂര ഇട്ട് അടയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാലും നമ്മൾ ഇന്നത്തെ മെയിൻ താരം ഇതിൻ്റെ ഇവനാണ്. ലെവനാണ് ഇന്നത്തെ താരം. അങ്ങനെ നമ്മളെ കപ്പ റെഡിയായി. കപ്പ, മീൻ വറുത്തത്, കപ്പ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കപ്പയാണ് കഴിക്കാൻ പോണത്. നല്ല വാഴയിലയും കപ്പയും മീൻ വറുത്തതൊക്കെ കഴിക്കാൻ പോവാണ്. അടിപൊളിയല്ലേ? കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ബാങ്ക് വരെ പോവാണ്. ബാങ്ക് എന്ന് പറയുമ്പോൾ ഒന്ന് മുത്തൂറ്റ് വരെ പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ കംപ്ലീറ്റ് വ്യൂ ശരിക്കും ഇതിൽ വന്നിട്ടില്ലല്ലോ. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ കംപ്ലീറ്റ് വ്യൂ വരുന്നത്. ഒരു കോമ്പൗണ്ടിനകത്ത് 2 സ്ഥലമാണ് ഇതുള്ളത്. ഫ്രണ്ടിൽ ഇതാ ഈയൊരു സ്ഥലവും ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ ഈയൊരു കോമ്പൗണ്ട് വരുന്നത്. ഈ വഴി പൊതുവഴിയാണ്. പൊതുവഴി എന്ന് പറയുമ്പോൾ ഈ 2 വസ്തുവിനും കൂടിയുള്ള ഒരു പൊതുവഴിയാണ്. അങ്ങനെയാണ് ഈ വീട് വരുന്നത് കേട്ടോ. മുത്തൂറ്റിലെത്തി കേട്ടോ. ഞങ്ങൾ മുത്തൂറ്റിൽ വന്നതാണ്. അപ്പം ഒരു ഗോൾഡ് ഇവിടെ പണയം വെച്ചിരുന്നത് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ മീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. എടുത്ത് തരാനായിട്ട് വെയിറ്റിംഗില്ല. നൈറ്റ് ഷൂട്ട് ഇവിടെ കിടന്ന് ഓടുകയാണ്. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാനൊരു ബൂസ്റ്റ് ചായ, ഷിയാസ് ഒരു ബൂസ്റ്റ്. നൈറ്റ് ഷൂട്ടി എന്താ കുടിക്കുന്നത്? എന്തോ മമ്മി ഷിജുവിനെ വിളിക്കും. പരിപ്പ് വട, വാഴക്കപ്പം. ഷിജു എന്താ പരിപ്പോട തന്നെ? പരിപ്പോട, വാഴക്കപ്പം ഇതൊക്കെയാണ് ചായക്ക് കടിയായിട്ട് എടുത്തത് കേട്ടോ ഞങ്ങൾ. ഞാനിടാം മമ്മി പരിപ്പുവട, നെയ്ച്ചുട്ടി വാഴക്കപ്പം, ഷിജു ഒരു പരിപ്പുവട. വാക്കപ്പം നെയ്ച്ചുക്ക് വാക്കപ്പം നല്ല വലിപ്പമുണ്ടല്ലോ അത്. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഞങ്ങൾ ഇന്നത്തെ
പരിപാടികളൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. KCB പോകണമായിരുന്നു, മുത്തൂറ്റ് പോകണമായിരുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.